ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഗോബി മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ ഓരോ പീസ് തണ്ടിൻ്റെ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യുക. ഫ്ലവറിൻ്റെ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യരുത്. അങ്ങനെ വന്ന് ഒരുപാട് വേസ്റ്റ് ആയിപ്പോൾ ഇങ്ങനെ ഓരോ ഫ്ലവറും ഇങ്ങനെ സെപ്പറേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന സൈസിൽ ചെറിയ സൈസ് മതിയാവും, ഒരുപാട് വലിയ സൈസ് വേണ്ട. ചെറിയ സൈസിൽ ഇങ്ങനെ തണ്ടിൻ്റെ ഭാഗം വെച്ച് കട്ട് ചെയ്ത് ബാക്കി ഫ്ലവറുകളും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം 1 ലിറ്ററോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോപിയിൽ കീടങ്ങളും പ്രാണികളും ഒക്കെ ഉണ്ട്, അത് പോകാൻ വേണ്ടിയാണ് ചൂടുവെള്ളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫിൻ്റെ ഭാഗവും വൈറ്റ് ഭാഗം, ഉള്ളിയുടെ ബൾബ് എന്ന് പറയും, അതിൻ്റെ ഭാഗവും സെപ്പറേറ്റായിട്ട് അരിഞ്ഞ് രണ്ട് പാത്രങ്ങളാക്കി വെക്കുക. ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദയും കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഇതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോളിഫ്ലവറിൽ അത്യാവശ്യം ജലാംശം ഉള്ളതുകൊണ്ട് പൊടികൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇല്ല എങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തളിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി മസാല എല്ലാം നല്ലതുപോലെ ഫ്ലവറിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ എപ്പോഴും ഉപയോഗിക്കാം. ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. കോളിഫ്ലവറിൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തം പീസുകൾ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഓരോ പീസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല, എല്ലാം കൂടി ഒരുമിച്ച് കട്ടയായിട്ട് പോകും. 1-2 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ലൈറ്റ്, ഒരുപാട് അങ്ങ് ഡാർക്ക് ഗോൾഡൻ ആവേണ്ട, ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, സോസുകളും വെജിറ്റബിൾസും എല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി വെക്കണം. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവയൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഇനി ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് പോവാം. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് 10 സെക്കൻഡോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഒരു സവാള അരിഞ്ഞത് ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് സവാളയുടെ നിറം മാറുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബിൻ്റെ ഭാഗം, വൈറ്റ് ഭാഗം അരിഞ്ഞതും 2 പച്ചമുളക് ഗ്രീൻ ചില്ലി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സോസുകളാണ്. സോയ സോസ് ഒരു 1.5 ടേബിൾ സ്പൂണ്, ടൊമാറ്റോ സോസ് ഒരു 4 ടേബിൾ സ്പൂണും ചില്ലി സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. സോസുകൾ 3 നമുക്ക് നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 150 ഗ്രാമോളം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ക്യൂബ്സായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റിന് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഗോബി നമ്മൾ ഫ്രൈ ചെയ്തപ്പം ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തത്, അതിനനുസരിച്ച് വേണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഒരു 30 ml വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതും പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ലീഫിൻ്റെ ഭാഗം നമ്മൾ അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോപിയാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സോസുകളും ഗോപിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഗോബി മഞ്ചൂരിയൻ നല്ല ടേസ്റ്റോടുകൂടി ഒരു വിഭവമാണ്. ഞാനൊരു 6-7 പേർക്ക് റിസർവ് ചെയ്യുന്ന അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.